Hi, hello everyone. Welcome back to our channel, Jassy Family. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഹെൽത്തി ഡ്രിങ്ക് എന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ ആദ്യം ഒരു കാര്യം പറയുന്നുണ്ട്, ഇന്ന് ഇതുണ്ടാക്കുന്നത് ഞാൻ മാത്രമായിരിക്കും. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ ഇച്ചേൻ്റെ കാലിൽ ആണി കൊണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിൽ പോയ കാര്യം നിങ്ങൾ കണ്ടല്ലോ. ഇച്ചേൻ്റെ കാലിലാണെങ്കിൽ ഇപ്പോൾ അതെന്തോ ക്ലീൻ ചെയ്തെടുത്തേക്ക്. ഇപ്പം ഇന്നലെ ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്, പക്ഷെ ഇന്നായപ്പം പെയിനൊക്കെ കൂടിയിട്ട് അപ്പം ഇപ്പം കെട്ടിയിട്ടൊക്കെയാണ് വെച്ചിങ്ങനായിട്ട് എന്തൊക്കെയോ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്തോ ആണി കുത്തിയപ്പോൾ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്തിട്ട് അപ്പം ഇപ്പം വെച്ച് നല്ല ഉറങ്ങാൻ കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ മാത്രമേ കാണും. എന്തായാലും ഇതൊക്കെ എൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞെച്ചെ വിളിക്കുന്നതായിരിക്കും. ഞങ്ങൾ ഒരുമിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് പറയും. ഇത് എൻ്റെ ഐറ്റം റെസിപ്പിയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്ന എനിക്കത്ര എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ കൊള്ളാം. എനിക്കൊരു ഷാർജ എന്നൊക്കെ പറയും, പക്ഷേ കംപ്ലീറ്റ്ലി എനിക്കറിയത്തില്ല ഇന്നെ ഷാർജ എന്ന് പറയും. പക്ഷേ ഹെൽത്തി ഡ്രിങ്കാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര വെറൈറ്റി ഐറ്റംസൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന ഞാൻ പരീക്ഷിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് പരീക്ഷിക്കണോ ഇല്ലയെന്നൊക്കെ ഞാൻ ചെയ്തിട്ട് വിജയിച്ച് നിങ്ങൾ പരീക്ഷിച്ചു. പക്ഷേ ഇപ്പോഴും പറയുന്നില്ല, എന്തായാലും ഞാൻ ഉണ്ടാക്കി നമ്മൾ കഴിച്ച് നോക്കിയിട്ട് ഉള്ളത് അതുപോലെ പറയുക കേട്ടോ. നന്നാവണമെന്നാണ് പ്രാർത്ഥന. അപ്പോൾ എന്തായാലും അത് കഴിച്ചിട്ട് എന്തായാലും ഞാൻ നിങ്ങൾക്ക് പറയാം. അപ്പം നമുക്ക് നേരെ എന്തായാലും ഇപ്പം ഞാൻ പറഞ്ഞത് ഞാൻ മാത്രമേ കാണൂ. അപ്പം ഇച്ചിരി ഞാൻ ലാസ്റ്റ് വിളിക്കുന്നതാണ്. അപ്പം അതുവരെ നിങ്ങൾ എന്നെ തന്നെ കണ്ടുകൊണ്ടിരിക്കും. അപ്പം ഇതൊക്കെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു പാല്, കവർ പാലാണ് എടുത്തിരിക്കണം കേട്ടോ. പിന്നെ കുറച്ച് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും മിഠായി ഡയറി മിൽക്ക് എടുക്കാം. പിന്നെ കുറച്ച് കപ്പലണ്ടി, കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇതിനോടൊക്കെ ബദാമൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ ഒരു ബോർബൺ ബിസ്ക്കറ്റ്, ഇതിന് പകരം നിങ്ങൾക്ക് ഓറിയോ ബിസ്ക്കറ്റ് എടുക്കാം. മഞ്ചെടുത്തു, ബൂസ്റ്റ് എടുത്ത്, പിന്നെ ആപ്പിളാണ്. ആപ്പിൾ ഞാൻ ഇപ്പോൾ ഒന്നാണ് എടുത്തിട്ട് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. പിന്നെ കുറച്ച് പഞ്ചസാര. എന്താണ് ഇത്രയും സാധനങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇടാം. ബദാം, പിസ്തയൊക്കെ ചേർക്കാവേ. അതിനുശേഷം ഞാനാണെങ്കിൽ കപ്പലണ്ടീനെയൊക്കെ തൊലി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തത് ഇച്ചിരി എനിക്ക് ആവശ്യമുള്ള ഒരു കുഞ്ഞു പാത്രത്തിൽ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തൊലി കളഞ്ഞിട്ടുള്ള എല്ലാം എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഈ അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് രണ്ടിനെയും കൂടെ ജസ്റ്റ് ഒന്നിങ്ങനെ ചൂടാക്കി എടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി ചെറിയൊരു ഇപ്പോൾ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് ആകുന്നവരെ നമുക്ക് ഇതിലിട്ട് തന്നെ ഒന്ന് നല്ലതായിട്ട് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു നല്ല ചൂട് പാത്രത്തിലൂടെ ഞാൻ എന്ത് ചെയ്യണം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടിയാണ് കേട്ടോ ഇവിടെ എടുക്കുക. എന്ത് വേണം എടുക്കാം, നോൺ സ്റ്റിക്ക് ആയിട്ടുള്ളത് എടുക്കാം. അപ്പോൾ ഇട്ട് കുറച്ച് നേരം ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു ഷെയ്ഡൊന്ന് മാറുന്നവരെ, ആ ഒരു ബ്രൗൺ കളറിലോട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഓപ്ഷണലാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് ചൂടാക്കിയെടുക്കാം, അല്ലാതെ വേണം നമുക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇച്ചിരി കൂടെ മുരിച്ച് എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇച്ചിരി ജാറിലോട്ട് എന്ത് ചെയ്യാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ജാറിലോട്ട് ആദ്യം ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കും. നമുക്ക് ആവശ്യമനുസരിച്ച് ഒരു കവർ പാലിന് കുറച്ച് പഞ്ചസാര, 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. അതിലോട്ട് പിന്നെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കണം ഈ കപ്പലണ്ടീനെയും കാഷ്യൂനട്ടും. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ചോക്ലേറ്റ്സ് ആഡ് ചെയ്യണം. ഡാർക്ക് ചോക്ലേറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് വേണ്ടി ഡയറി മിൽക്കോ എന്ത് ഇഷ്ടമുള്ള എന്ത് വേണം എടുക്കാം. ഇത് ഓപ്ഷനാണ്. ഇത് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇടണ്ട. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ പിസ്തയോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് നല്ലതായിട്ട് എന്ത് ചെയ്യുക മിക്സിയിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരിക. അതിനുശേഷം ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ബർബണിൻ്റെ ബിസ്ക്കറ്റാണ്. എൻ്റെ ഇതാണ് ഉണ്ടായിരുന്നത്. പിന്നെ മഞ്ജുവാണ്. നിങ്ങൾക്ക് ഇത് സ്ഥാനത്ത് ഓറിയോയോ വേണമെങ്കിൽ എടുക്കാം. നമുക്ക് ഇത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഇത് സ്കിപ്പും ചെയ്യാം. അപ്പോൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരുന്ന അതിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നതോടെ ഇതിനെ നമ്മുടെ ബർബൺ ബിസ്ക്കറ്റിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ഇത് മിക്സായില്ല. ഞാൻ വലിയ ജാർ എടുത്ത് കുഞ്ഞ് ജാറിൽ വെച്ച് വേണം നിങ്ങൾ ഈ പൊടിക്കേണ്ടതൊക്കെ പൊടിച്ചെടുക്കുക. അതിനുശേഷം നിങ്ങളിതിലോട്ട് കുറച്ച് ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിൽ വേറെ എന്ത് വേണം ഓപ്ഷൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യണത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആപ്പിളിനെ കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട്, ഇതിനേക്കാളും വേണമെങ്കിൽ കുഞ്ഞാക്കാം, എന്നിട്ട് ഞാൻ കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാല്, ഞാൻ ഇത് കട്ടിപ്പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയ പാലാണെങ്കിൽ ഇച്ചിരി ഒന്ന് ജസ്റ്റ് അതിനൊന്ന് പൊടിച്ചിട്ടിട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ കുറച്ച് നേരമൊക്കെ എടുത്ത് വെളിയിൽ വെച്ചപ്പോൾ നല്ല അലിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു പരിവം വലിയ പ്രശ്നമില്ല. കുറച്ച് അലിഞ്ഞതും പിന്നെ അല്ലാത്തതുമായിട്ട് ഇതെന്ത് ചെയ്യണം ഇട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് എന്ത് ചെയ്യണം നല്ലതായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ട്, എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ
എന്നിട്ട് ഞാൻ അതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ടാൽ മതി. കാരണം എനിക്ക് ഇച്ചിരി ഇത് ലൂസായിട്ട് അരച്ചെടുത്തിട്ട് മിക്സ് ചെയ്തെടുത്തപ്പോൾ ഇച്ചിരി ലൂസായിപ്പോയി. കണ്ടോ, ഇച്ചിരി ലൂസായിരിക്കുന്നത്, ഇച്ചിരി ഒന്ന് കട്ടിയാവാനായിട്ട്. അപ്പോൾ ഞാൻ ചിച്ച ഉറങ്ങി എണീക്കുന്നത് വരെ എന്ത് ചെയ്തതിനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിരിക്കാം. അപ്പോൾ നമുക്കിതിനെ ആ ഒരു ഇച്ചിരി ഭയങ്കര കട്ടിയല്ല, എന്നാലും ഇച്ചിരി നല്ലൊരു ടെക്സ്ചറിൽ കിട്ടും. അങ്ങനെ അതിനെ എടുത്തിട്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് കേട്ടോ. പിന്നെ നിച്ച എഴുന്നേറ്റിട്ട് വന്നിട്ട് ബാക്കി കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചല്ലോ കുറേ നേരമായിട്ടുണ്ട്. ഇപ്പം തന്നെ സത്യം പറയാൻ എണീറ്റാണ് ഇടയ്ക്ക്. കള്ളച്ചെറുക്കനാണ്, കള്ളച്ചെറുക്കൻ. കണ്ണ് തുറയിച്ചായ, കണ്ണ് തുറയിച്ചായ, കണ്ണ് തുറക്കൂല, കണ്ണ് തുറന്ന്. അപ്പോൾ എണീറ്റോട്ടെ, ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ പെട്ടെന്ന് വന്നിട്ട് ലൈറ്റ് ഇട്ടപ്പോൾ കണ്ണ് മങ്ങി ഇങ്ങനെ, അല്ലേ ഇച്ചാ? ഞങ്ങളിനി എന്തോ നമ്മളെ ആ സ്പെഷ്യൽ ഡ്രിങ്ക്, ഷാർജ എന്നൊക്കെ പറയുന്ന ആ സ്പെഷ്യൽ ഡ്രിങ്കിന് കുടിച്ച് നോക്കാൻ പോവുകയാണ്. കള്ളച്ചേക്കൻ തുണിയൊക്കെ മൂടി കിടക്കണേ. എവിടെ ഒമ്പടോ കിടക്കണ കണ്ട, എണീറ്റാണ് കിടക്കണ കേട്ടോ. അപ്പോഴ് എങ്ങനെയുണ്ട് കാലുവേദന? കുറവുണ്ട്. സംഭവം ആശാൻ ഇന്നലെ നല്ല കാലുവേദന ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ സംഭവം ഉറങ്ങിയിട്ട് പോലും ഇല്ലായിരുന്നു. നല്ല ലേറ്റായിട്ടാണ് അങ്ങനെ ഉറങ്ങിയത് തന്നെ. പിന്നെ പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അതാണ് പെട്ടുപോയത്. ഇങ്ങനെ പനിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ തന്നെക്കാളും കുറവുണ്ടല്ലോ ഇപ്പം. പക്ഷേ ഭയങ്കര ക്ഷീണം, അങ്ങനെയല്ല വയ്യ എന്തായാലും. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ഇനി പിച്ചന്ന് എണീറ്റ് വരുന്ന സമയം കൊണ്ട് പെട്ടെന്ന് മുടുക്കനായിട്ട് പോയി എഴുന്നേറ്റ് വരുന്ന സമയം കൊണ്ട് ഞാൻ പോയിട്ട് ഗ്ലാസ്സിലോട്ട് മാറ്റി എടുത്ത് വെച്ചിട്ട് കുടിച്ച് നോക്കിയിട്ട് ഇനി പറയാം. അപ്പം ഞാൻ ഇനി എന്തായാലും എടുത്ത് വെക്കട്ടെ ഗ്ലാസ്സിൽ. അങ്ങനെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഗ്ലാസ്സിലോട്ട് മാറ്റിയാണ്. പിന്നെ ഒരു കാര്യം പറയാൻ എനിക്ക് ആപ്പിൾ ഇട്ടത്. ആപ്പിളിന് ഇവിടെ നിങ്ങൾക്ക് ചെറുപഴം ഇടാം. പക്ഷേ ചെറുപഴത്തിന് പഴം ഞാൻ ഒന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം ആപ്പിൾ ഡയറക്റ്റായിട്ട് കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു ജ്യൂസായിട്ട്, ഇതൊരു ഡ്രിങ്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് വേറെ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് ട്രൈ ചെയ്ത് നോക്കണം. മിക്സഡ് ആക്കിയിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ ഡാർക്ക് ചോക്ലേറ്റ് ചെയ്യാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഞാൻ നമുക്ക് നോക്കിയ വിത്തിയപ്പോൾ മനസ്സിലാക്കുന്നതിൽ കുഞ്ഞു കുഞ്ഞ് കഷ്ണം പോലത്തെ പീസ് കിടക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നന്നായിട്ട് എന്തോ പറഞ്ഞാൽ അരിഞ്ഞ് ചേരാത്തതുകൊണ്ടാണ്. ഇപ്പം വലിയ പ്രശ്നം കാണത്തില്ല. നമുക്ക് എന്തായാലും കുഞ്ഞു പീസ് പോലെ ഇത് കഴിച്ച് നോക്കാം. അപ്പോൾ ഞാനായിട്ട് കുടിക്കാനായിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതിൽ ആദ്യത്തെ കാര്യങ്ങൾ ഉള്ളതുപോലെ ഞാൻ പറഞ്ഞുതരാം. ഇതിലെ ആപ്പിളിൻ്റെ ഈ കുഞ്ഞു പീസായിട്ടുള്ള ഭയങ്കരമായിട്ടിത് എന്താ പറയുക, ഇതിലായിട്ട് മിക്സ് ആയിട്ടില്ല. അപ്പോൾ കുഞ്ഞു പീസൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട്. അടുത്തത് പിന്നെ ബാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് മുടി കെട്ടി വെച്ച് ബന്ധപ്പോലെ അപ്പോൾ നമുക്ക് അത് കഴിച്ചിട്ടെ. അപ്പോൾ നമുക്ക് ഇനി എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. എക്സ്പ്രഷൻ കൂടെ പോക്ക് കണ്ടോ ഗൈസ്, എക്സ്പ്രഷൻ ഞാൻ ഉണ്ടാക്കി കൊടുക്കണ ഈ ചോളയും കിടന്നപ്പോൾ ഇത് കൊള്ളാം. എന്തായിരിച്ചു കുടിച്ച് നോക്ക്. ആപ്പിളാണ് എൻ്റെ ആപ്പിള്. സത്യസന്ധമായ അഭിപ്രായങ്ങളാണ് കേട്ടോളാം. കലങ്ങിയില്ലാന്നിങ്ങനെ മിക്സ് കിടക്കണല്ലേ. അതെനിക്ക് തോന്നിയത്, ഞങ്ങൾ ആദ്യം ഈ എന്തോ കപ്പലിൻ്റെ ഇട്ട് മിക്സ് ചെയ്തല്ലോ, അത് കുഞ്ഞ് ജാറിൽ പൊടിക്കാനും അരയ്ക്കാനൊക്കെ ഓരോ ജാറല്ലേ, എല്ലാം ഒറ്റ ജാറിലിട്ട് വലിയ ജാറിലിട്ടാണ്. അപ്പം അത് മിക്സ് ആയില്ലേ അല്ലേ, നല്ല തരി പോലെയുണ്ട്. അല്ലാതെ എങ്ങനെ ആപ്പിളിൻ്റെ ചെറിയ അങ്ങനെ എന്തെങ്കിലും പഴം ഇപ്പം പഴം ഇടാതെ ആപ്പിൾ ഇട്ടപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കൊള്ളാം. അപ്പോൾ എന്തായാലും അത് ഇപ്പം എന്തായാലും ഞാൻ പറഞ്ഞില്ല. ഇപ്പം ഇത് നിങ്ങൾക്ക് എന്തൊക്കെ വേണമെങ്കിലും അങ്ങോട്ട് ഇങ്ങനെ മാറ്റിയൊക്കെ ഇട്ട് നോക്കാം. 4 ഗ്ലാസ് അപ്പം കൊള്ളാമെന്നാണ് അതിൻ്റെ അർത്ഥം. 4 ഗ്ലാസ് തന്നെ തോന്നില്ല, ഞാൻ രാത്രി കുടിക്കാം. അപ്പം ഞങ്ങൾക്ക് ഈ ഒരു കവർ പാലിൽ ഇനി ഒരു ഗ്ലാസ് കറക്റ്റ് തരത്തില്ല, അത്രയും കൂടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് നല്ല സെറ്റ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം അരഞ്ഞില്ല, ഇതൊരു കുഴപ്പം മാത്രമാണുള്ളത്. വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇച്ച പറയും. ഞാൻ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമായില്ല. പറയാം എങ്ങനെയുണ്ട്? അല്ലാതെയൊക്കെ ഷാർജയാണോ ചോദിച്ചാൽ എന്താ
ഇങ്ങനെ ഉണ്ടാക്കി. പക്ഷെ എല്ലാത്തിനും കൊത്തുപോലെ കിടക്കണം. ഇച്ചിരി കൂടെ നനഞ്ഞിരുന്നെങ്കിൽ അടുത്ത സമയം. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനെ വല്ലാതെ ഇരിക്കുന്ന സംഭവം എന്തായാലും ഉറങ്ങിയില്ല. അതാണ് വല്ലാതെ ഇങ്ങനെ ഇരിക്കണം. കണ്ണൊക്കെ ഇരിക്കണം നമുക്ക്. പിന്നെ കിടന്ന് ഉറങ്ങി വരുമ്പോഴേ സംഭാഷణ ശരിയാവും. അപ്പോൾ എന്തായാലും പിച്ചപ്പെടാം. അപ്പോൾ നമുക്ക് എന്തായാലും എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നല്ലൊരു ഡ്രിങ്കാണ്. ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എന്ത് ചെയ്യുക, മാറ്റി മറിച്ചൊക്കെ ഇട്ട് നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഞാൻ ഇതിനെ കുടിച്ചിട്ടു അതിൻ്റെ ബാക്കി കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീട്ടിൽ കാണുന്നവരെ ഓക്കെ. അപ്പോൾ എനിക്ക് കുടിച്ചിട്ട്